Fidha, khalil. I'm a +2 student. I'm 520 515 score ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എക്സാമിനർ സ്റ്റുഡൻ്റ് ആണ് and I'm very proud to be a part of exam. ഹായ് ഓൾ, ഞാൻ ഫിദ കലീൽ. പാലക്കാട്ടിലെ മണ്ണാർക്കാടാണ് എൻ്റെ പ്ലേസ്. ഞാനൊരു +2 സ്റ്റുഡൻ്റ് ആണ്. നമ്മുടെ +1 റിസൾട്ട്സ് എല്ലാം വന്നിട്ടുണ്ട്. എനിക്ക് 520 515 സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ വളരെ ഹാപ്പിയാണ്. ഞാൻ എക്സാമിനറിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഐ എം വെരി പ്രൗഡ് ടു ബി എ പാർട്ട് ഓഫ് എക്സാമിനർ എനിക്ക് ഓക്കെ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. അവരുടെ ക്ലാസ്സസ് ആണെങ്കിലും നോട്ട്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. ലൈവ് ക്ലാസ് കണ്ട് നെക്സ്റ്റ് എക്സാമിനൊക്കെ പോകുമ്പോൾ കോൺഫിഡൻസ് ലെവൽ കൂടുന്ന പോലെ തോന്നിയിരുന്നു. കാരണം അവർ പറയുന്ന സെയിം ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം പേപ്പറിൽ കാണുമ്പോൾ അത് എന്താ പറയുക, ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. അതിൽ നിന്നാണ് പിന്നെ ഓരോരോ ക്ലാസ് കണ്ട് ഇൻട്രസ്റ്റ് ആയി. ആ ഒരു ടൈമിൽ എല്ലാവരും ഓൺലൈനിൽ ഇങ്ങനെ ട്യൂഷൻ അത് സക്സസ് ആവും അങ്ങനെ ഒരു തോട്ട്. അപ്പോൾ എൻ്റെ മൈൻഡിലും അതേപോലെ ഒരു 1 year ഒക്കെ ഓൺലൈനിൽ അതിപ്പോൾ എങ്ങനെയാവും അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. ബട്ട് ക്ലാസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെ പറയാം, പിന്നെയാണ് അവരുടെ ഒരു സ്ട്രക്ചർ എല്ലാം മനസ്സിലായത്. ഓരുടെ മെൻറ്റേഴ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എല്ലാവരും സപ്പോർട്ടീവാണ്. നമുക്ക് കോൾ ചെയ്യാറുണ്ട്. അതുപോലെ നമ്മളെപ്പോൾ മെസ്സേജ് ചെയ്താലും ഡൗട്ട്സ് ചോദിച്ചാലും ഒക്കെ ക്ലിയർ ചെയ്യാറുണ്ട്. നമ്മൾക്ക് ശരിക്കും ഒരു ഓഫ്ലൈൻ ആയിട്ടുള്ള ട്യൂഷൻ എങ്ങനെയാണോ അതേ ഒരു ഫീലാണ് എക്സാമിനർ എനിക്ക് തന്നത്. അതുപോലെ മെയിൻലി എക്സാമിൻ്റെ ബുക്സ് അത് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എക്സാം ഓറിയൻറ്റഡ് ആണെങ്കിലും എല്ലാം ഒരു യൂസ്ഫുൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം അതൊക്കെ എക്സാമിന് നമുക്ക് ശരിക്കും നമ്മളുടെ എക്സാം എഴുതുന്ന ആ ടൈമിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ അല്ലാണ്ട് ഒരു ഹാപ്പിനെസ് തോന്നും. കാരണം നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ആ ഒരു മൈൻഡ് ഉണ്ടാവും. എന്തെങ്കിലും ഒരു ഐഡിയ നമ്മൾക്ക് ഉണ്ടാവും ഈ ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ട്. ബട്ട് ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ആകെ ഒരു അറിയാത്ത പോലെ തോന്നും. സോ ഇനി വരാൻ പോകുന്ന എൻ്റെ ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ട്രസ്റ്റ് ഉണ്ടാവണം. നിങ്ങൾക്ക് കഴിയും. അതായത് നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും നിങ്ങൾ ഏത് ട്യൂഷൻ ചൂസ് ചെയ്യുന്നു എന്നതിലല്ല, നിങ്ങൾക്ക് കഴിയുമല്ലേ അതിലാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എഫേർട്ട് ഇടുക. അതിൻ്റെ കൂടെ എക്സാമിനർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് അതിന് കഴിയും. കാരണം അവരുടെ ഓരോ മോട്ടിവേഷൻസ് നിങ്ങളുടെ ബ്രെയിനിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ അറിയാണ്ട് ഓരോ അലക്സ് സാറിൻ്റെ ആണെങ്കിലും അലൻ സാറിൻ്റെ ആണെങ്കിലും ഓരോക്കെ ഓരോ മോട്ടിവേഷൻസ് നമ്മൾക്ക് കേൾക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് അതെല്ലാം അത്രയ്ക്കും ഇൻസ്പയറിംഗ് ആണ്. സോ ഇനി എൻ്റെ ജൂനിയേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏത് ട്യൂഷൻ സെലക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ബട്ട് എൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളോട്. സോ നിങ്ങൾക്ക് ഏത് ട്യൂഷൻ വേണമെങ്കിലും ചൂസ് ചെയ്യാം. ബട്ട് എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്നത് എക്സാമിനറാണ്. ബിക്കോസ് എനിക്കത് അത്രക്കും യൂസ്ഫുൾ ആണ്, നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആവും. സോ യു ഹാവ് ടു ട്രസ്റ്റ് യുവർ സെൽഫ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദി ബെസ്റ്റ്.